യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. കാണാതറിയാവുന്ന വാക്യമാണ്. അവൻ എന്നെ കൊന്നാലും അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അടുത്തതാണ് എനിക്ക് വേണ്ടത്. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരുടെ മുമ്പിൽ തെളിയിക്കുമെന്ന്? ഇയ്യോബ് സത്യത്തിൽ തെളിയിക്കേണ്ടത് ജീവിതം ആരുടെ മുമ്പിലാണ് തെളിയിക്കേണ്ടത്? കുറെ മാസങ്ങളായിട്ട് വന്ന് ചുറ്റിനും ഇരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഇയ്യോബിനെതിരെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക തന്റെ സ്നേഹിതന്മാർ. അതാ ഇയ്യോബ് പറഞ്ഞ്, ഇവരാരാ? വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ ഇവരുടെ മുമ്പിലാണ് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. സ്തോത്രം. പിന്നെ പോയി ചത്തുകൂടെ മനുഷ്യാന്ന് ചോദിച്ചൊരു ഭാര്യയുണ്ട്. അവിടെ മുമ്പിലായി ഈ പുള്ളി ജീവിതം എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. പക്ഷെ ഇയ്യോബ് പറയുക, എനിക്കെതിരെ അപവാദം പറഞ്ഞാലും, എനിക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടാലും, എനിക്കെതിരെ പത്രക്കുറിപ്പ് ഇറക്കിയാലും ഞാൻ തെളിയിക്കാൻ റെഡി അല്ല. എനിക്ക് തെളിയിക്കേണ്ട ഒരുവന്റെ മുമ്പിലേ ഉള്ളൂ. അത് ആരാമറിയാമോ? എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാ, എന്റെ സാക്ഷി സ്വർഗത്തിലാ. അവന്റെ മുമ്പിൽ ഞാൻ എന്റെ നടപ്പ് തെളിയിക്കും. ഞാനിപ്പോ ഇവിടെ വന്ന് എൻ്റെ നടപ്പ് തെളിയിച്ചാൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളത് മറക്കും. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. കുഞ്ഞേ, നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ നടപ്പ് തെളിയിച്ചാൽ, സ്തോത്രം, ആമേൻ, കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് നിന്റെ സകല ഇടപാടുകളിലും നിന്റെ നടപ്പ് ദൈവസനെ തെളിയിക്കണം. പാസ്റ്റർമാരുടെ കണ്ണി പൊടിയിടാം, പ്രവാചകന്മാരുടെ കണ്ണി പൊടിയിടാം. കാശുണ്ടെങ്കിൽ പ്രവചന ദൂതും മറിയുന്ന ഒരു കാലമാണ്. പക്ഷെ അഗ്നിജാലക്കത്ത കണ്ണുള്ള കർത്താവിനെ മറിക്കാൻ